നമസ്തേ. ടോപ്പ് 7 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഒരു പകൽ അരമണിക്കൂറിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 30 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചെടുത്ത് BJP. ആലപ്പുഴയിൽ 8ഉം തിരുവനന്തപുരത്തും കാസർഗോഡും 5 വീതം പഞ്ചായത്തുകളിലും BJP ഭരണം നേടി. NDAയുടെ 30-ൽ 20 പഞ്ചായത്ത് പ്രസിഡന്റുമാരും വനിതകളാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും അധികം പഞ്ചായത്തുകളിൽ BJP ഭരണം പിടിച്ച വർഷമായി മാറി 2025. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാകെ 30 പഞ്ചായത്തുകളിലാണ് BJP ഭരണം നിലവിൽ വന്നത്. ആലപ്പുഴയിലാണ് ഏറ്റവും അധികം പഞ്ചായത്തുകൾ BJP പിടിച്ചത്. ആലപ്പുഴ സൗത്തിലും നോർത്തിലുമായി ആകെ 8 പഞ്ചായത്തുകളിൽ BJP അധികാരത്തിലേറി. കാസർഗോഡും തിരുവനന്തപുരത്തും 5 വീതമാണ് BJP ഭരണമുള്ള പഞ്ചായത്തുകൾ. അധികാരത്തിലേറിയ 30 പഞ്ചായത്തുകളിൽ 20ഇടത്തും വനിതാ പഞ്ചായത്ത് പ്രസിഡന്റുമാരാണെന്നത് BJPയുടെ വിജയത്തിന് ഇരട്ടി മധുരം പകരുന്നു. ഇടത് വലത് മുന്നണികൾ സ്ത്രീ ശാക്തീകരണം പേരിന് മാത്രമാക്കുമ്പോഴാണ് യഥാർത്ഥ നാരീശക്തി എന്തെന്നത് BJP കാട്ടിത്തരുന്നത്. ജനം, തിരുവനന്തപുരം. തലസ്ഥാന ജില്ലയിലെ BJPയുടെ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരും വനിതകളാണ്. അതിയന്നൂരും അഴൂരും വിളപ്പിലും മാറനെല്ലൂരും മുതാക്കലും ഇനി BJP ഭരണം. അവിശുദ്ധ സഖ്യമുണ്ടാക്കി കല്ലിയൂരിൽ BJP ഭരണം LDF അട്ടിമറിച്ചു. 2ൽ നിന്നും 5ലേക്കാണ് തലസ്ഥാന ജില്ലയിൽ BJP ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണം വർദ്ധിച്ചത്. 5ലും പ്രസിഡന്റുമാർ വനിതകൾ. കന്നിയങ്കത്തിൽ വിളപ്പിൽശാല വാർഡിൽ നിന്നും ജയിച്ചു കയറിയ P സൗമ്യയാണ് വിളപ്പിൽ പഞ്ചായത്തിൻ്റെ പുതിയ സാരഥി. അലകുന്നം വാർഡിൽ നിന്നും വിജയിച്ച CS വിജയകുമാർ വൈസ് പ്രസിഡന്റ്. വിളപ്പിൽശാല ഗ്രാമപഞ്ചായത്തിലെ 22 വാർഡും വികസനമാണ് എൻ്റെ ഉദ്ദേശം. അതിനുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യും. ഈ പഞ്ചായത്തിൽ ഇപ്പം BJP അധികാരത്തിൽ വന്നതുകൊണ്ട് സമൂലമായൊരു വികസന പദ്ധതി നമുക്കിവിടെ ആവിഷ്കരിക്കാൻ സാധിക്കും. 22 വാർഡുകളാണ് ഈ പഞ്ചായത്തിൽ ഉള്ളത്. 22 വാർഡുകളെയും ഒന്നായി കണ്ടുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ അതേ ആശയത്തോടുകൂടി അതേ ആദർശത്തോടുകൂടി വിളപ്പിൽ പഞ്ചായത്തിൽ പൂർണ്ണമായും ഒരു വികസന പദ്ധതിയാണ് നമ്മൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. 18 മാസം നീണ്ട BJP ഭരണം അട്ടിമറിച്ചതിന് 8.5 വർഷങ്ങൾക്കിപ്പുറം മറുപടി നൽകിയ മാറനല്ലൂരിൽ PS മായ പ്രസിഡന്റായും വേട്ടമംഗലം മണികണ്ഠൻ വൈസ് പ്രസിഡന്റായും തെരഞ്ഞെടുക്കപ്പെട്ടു. BJPയെ ആൾക്കാർ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും BJPയിലൂടെയാണ് ഇനി വികസനം എന്ന് നമ്മുടെ നാട്ടുകാർ തിരിച്ചറിയുന്ന ഒരവസരമാണ് ഇത്. വരും കാലങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ പാർട്ടിക്ക് ഏറ്റവും ഗുണമുണ്ടാകുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഇപ്പോൾ നടന്നത്. കേന്ദ്ര സംസ്ഥാന എല്ലാ രംഗങ്ങളിലും ഉള്ളവരെ സമീപിച്ച് നമ്മുടെ പരമാവധി വികസനം നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധരായിരിക്കും. അഴൂർ, മുതാക്കൽ പഞ്ചായത്തുകളിലും ആധികാരിക ഭൂരിപക്ഷത്തോടെ BJPയുടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു കയറി. NDA ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ അതിയന്നൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയായിരുന്നു ഫലനിർണ്ണയം. LDF സ്വതന്ത്രനെ പിന്തുണച്ചതുമൂലമുണ്ടായ നറുക്കെടുപ്പിൽ BJPയുടെ G പ്രമീള പ്രസിഡന്റായും A ഷിബു വൈസ് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് സ്വതന്ത്രരെ പിന്തുണച്ചാണ് കല്ലിയൂരിൽ BJPക്ക് അനുകൂലമായ ജനവിധി ഇടത് വലത് മുന്നണികൾ അട്ടിമറിച്ചത്. ജനം, തിരുവനന്തപുരം. പാലക്കാട് അകത്തേത്തറ പുതൂർ പഞ്ചായത്തുകളിൽ BJP ഭരണം ഉറപ്പിച്ചു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ 2ഇടത്തും BJP നേടി. അതേസമയം പറളി പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം BJPക്ക് നഷ്ടമായെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിച്ചു. 38 വർഷം LDF ഭരിച്ച അകത്തേത്തറ പഞ്ചായത്തിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലേക്ക് എത്തിയത്. രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബിന്ദു PA പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഉച്ചയ്ക്ക് ശേഷം G സുജിത്തും വൈസ് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു PA എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയോ മമതയോ വിദ്വേഷമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയെയും വിശ്വാസത്തോടെയും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വളരെ നല്ല സന്തോഷം. 38 വർഷമായി CPM ഭരിച്ച അകത്തേത്തറ പഞ്ചായത്തായിരുന്നു. BJP പിടിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. വികസനമാണ് നമ്മുടെ ലക്ഷ്യം. അത് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും.
വികസനത്തിനായിട്ടുള്ള വോട്ടാണ്. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് അവരുടെ വികസന ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാൻ ഇവിടുത്തെ ഇടതുപക്ഷ ഭരണത്തിന് കഴിഞ്ഞിട്ടില്ല. അവർ രാജ്യത്ത് മോദി സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അകത്തേത്തറ ഏറ്റവും മികച്ച വികസനം എത്തിയ പഞ്ചായത്തായിട്ട് അടുത്ത 5 വർഷം കൊണ്ട് മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. തീർച്ചയായും പാലക്കാട് നഗരസഭയിലെ ഒരു കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഭരണം കൊണ്ടുപോയത് കൊണ്ടാണ് 2015 ആ ഭരണസമിതിയുടെ നേട്ടം 2020 ഗുണമായത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് 2020 ഉണ്ടായത്. അതിൻ്റെ ഫലമായിട്ടാണ് 2025 മൂന്നാമത്തെ തവണയും BJPയുടെ ഭരണസമിതി പാലക്കാട് വന്നത്. അതുപോലെ തന്നെ അകത്തേത്തറ പഞ്ചായത്തിലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി യാതൊരുവിധ വിവേചനങ്ങളുമില്ലാതെ വലിയ രീതിയിൽ ഒരു വികസനത്തിൻ്റെ മുന്നേറ്റം അകത്തേത്തറയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. വനവാസി മേഖലയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് അട്ടപ്പാടി പുതൂർ പഞ്ചായത്തിൽ BJP അധികാരത്തിലേക്ക് എത്തിയത്. പ്രസിഡന്റായി C. തങ്കവേൽ, വൈസ് പ്രസിഡന്റായി പുഷ്പ M എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. இனி பறிக்க போகிறது BJP பறிக்குது. அதில் எந்த அளவுக்கு மாற்றம் கொண்டு வரணும்னு 100% വികസനത്തിൽ ജനങ്ങളോட പരിമാറ്റത്തിൽ കാട്ടണമെന്ന് தான் നമ്മൾക്ക് മെയിൻ ആഗ്രഹം. പരിശ്രമിച്ചതിൻ്റെ പേരിലും അതിൻ്റെ അധ്വാനത്തിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. വളരെയധികം എൻ്റെ ഹൃദയപൂർവ്വം നന്ദി ഞാൻ അറിയിക്കുന്നു. അതിനിടെ BJPക്കും LDFനും 8 മെമ്പർമാർ വീതമുള്ള പറളി പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനം BJPക്ക് നഷ്ടമായെങ്കിലും വൈസ് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. അജിത് KS ആണ് വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജനം, പാലക്കാട്. കാസർഗോഡ് 5 പഞ്ചായത്തുകളിൽ BJPക്ക് ഭരണം. 4 പഞ്ചായത്തുകളിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ ബദിയടുക്ക പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെയാണ് BJP നേടിയത്. ഇടതു വലതുകൾ കോട്ടകൾ തകർത്തായിരുന്നു BJPയുടെ മുന്നേറ്റം. 3 നിന്ന് 5 സപ്തഭാഷാ സംഗമഭൂമിയായ കാസർകോട്ടെ പഞ്ചായത്തുകളിൽ തിളക്കമാർന്ന നേട്ടമാണ് BJP സ്വന്തമാക്കിയത്. ബദിയടുക്ക പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെയാണ് BJPയുടെ കൈകളിലെത്തിയത്. NDA 10, UDF 10, LDF 1 എന്നിങ്ങനെയായിരുന്നു സീറ്റ് നില. ഇതോടെ നറുക്കെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു. ഒടുവിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പദവികൾ BJPയിലേക്കെത്തി. ഇവിടെ D. ശങ്കരൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മധൂർ പഞ്ചായത്തിലും കാറടുക്കയിലും ബേളൂരിലും കുമ്പടാച്ചയിലും വൻ ഭൂരിപക്ഷത്തോടെയാണ് BJP അധികാരത്തിലെത്തിയത്. BJPയുടെ താമരപ്പൊയ്ക എന്നറിയപ്പെടുന്ന മധൂർ പഞ്ചായത്തിൽ 15 വോട്ടുകൾ നേടിയാണ് ഭരണം നിലനിർത്തിയത്. NDA 6, LDF 2, സ്വതന്ത്രർ 6 എന്നിങ്ങനെയായിരുന്നു ബേളൂരിലെ സീറ്റ് നില. പാർട്ടിയിലേക്ക് വിജയിച്ച 2 അംഗങ്ങൾ കൂടി തിരിച്ചെത്തിയതോടെ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തു. കുമ്പടാച്ചയിലും മിന്നുന്ന വിജയം BJP നേടി. NDA 7, UDF 6 എന്നിങ്ങനെയായിരുന്നു പഞ്ചായത്തിലെ സീറ്റ് നില. 8 സീറ്റുകൾ നേടിയ NDA കാറടുക്കയിലും മികച്ച വിജയം നേടി. M. ജനനിയാണ് പ്രസിഡന്റ് പദവിയിലെത്തിയത്. കാസർഗോട്ട് വിജയം വലിയ ഊർജ്ജമാണ് BJPക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു വലത് മുന്നണികൾക്ക് ശക്തമായ താക്കീത് നൽകാൻ BJPക്ക് കഴിയുമെന്നതിൻ്റെ സൂചന കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കാണുന്നത്. ജനം, കാസർഗോഡ്. തൃശൂർ ജില്ലയിൽ തിരുവല്ലാമലയിലും പാറളത്തും ഭരണം നേടി BJP. തിരുവല്ലാമലയിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ BJP ഭരണം പിടിച്ചപ്പോൾ പാറളത്ത് അട്ടിമറി നേട്ടമാണ് ഉണ്ടായത്. അവിശ്വാസത്തിലൂടെ ഇടതു വലത് മുന്നണികൾ തിരുവല്ലാമല പഞ്ചായത്തിലെ BJP ഭരണത്തെ പുറത്താക്കിയപ്പോൾ BJP ജനങ്ങൾ ഇക്കുറി നൽകിയത് സ്ഥിരതയുള്ള ഭരണത്തിലുള്ള ഭൂരിപക്ഷം. 19 സീറ്റുകളുള്ള പഞ്ചായത്തിൽ 10 സീറ്റുകളും നേടിയാണ് BJP ഭരണത്തിലേറിയത്. തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റായി കൃഷ്ണപ്രസാദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന് ഇന്ന് സമാപനമാകുന്നു. രാത്രി 10 മണിയോടെ നടയടയ്ക്കും. 2 ദിവസത്തിനു ശേഷം മകരസംക്രമ ഉത്സവത്തിനാണ് പിന്നീട് നട തുറക്കുക. ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മണ്ഡലകാലം അവസാനിക്കുമ്പോൾ ശബരിമലയിൽ റെക്കോർഡ് വരുമാനവും രേഖപ്പെടുത്തി. 332.77 കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള വരുമാനം. കഴിഞ്ഞ സീസണിനേക്കാൾ കൂടുതലാണിത്. വിവരങ്ങളുമായി സന്നിധാനത്തു നിന്നും മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ മുരളി, തങ്കയങ്കി പ്രഭയിലാണ് സന്നിധാനം. വ്രതശുദ്ധിയുടെ 40 ദിനരാത്രങ്ങൾ പിന്നിട്ട് മണ്ഡലകാലത്തിന് ഇന്ന് പരിസമാപ്തിയാവുകയാണ്. അതോടൊപ്പം തന്നെ റെക്കോർഡ് വരുമാനവും രേഖപ്പെടുത്തിയെന്ന വിവരങ്ങൾ ലഭിക്കുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ സന്നിധാനത്ത് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ?
അമല 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ ആത്മസമർപ്പണത്തിന്റെ മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനമാവുകയാണ്. ഇന്ന് രാത്രി 10 മണിക്ക് ഹരിവരാസനപാടി നടയടയ്ക്കുന്നതോടുകൂടി 41 ദിവസത്തെ മണ്ഡലകാലത്തിന് സമാപനമാവുകയും 2 ദിവസം തിരുനട അടച്ച് പിന്നീട് ഡിസംബർ 30-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മകരവിളക്ക് തീർത്ഥാടനത്തിനായി നട തുറക്കും. വലിയ വർധനവാണ് വരുമാനത്തിൽ ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. നടവരവ്, കാണിക്ക, അപ്പം, അരവണ, മുറിവാടക, മറ്റ് ലേലം തുടങ്ങിയ വകയിലെല്ലാം കൂടി 332.77 കോടി രൂപയാണ് ഇത്തവണ വരുമാനം ശബരിമലയിൽ ലഭിച്ചിരിക്കുന്നത്. റെക്കോർഡ് വരുമാനമാണ്. മുൻ വർഷത്തേക്കാൾ 35 കോടി രൂപയുടെ വരുമാന വർധനവുണ്ട്. 297 കോടി രൂപയായിരുന്നു മുൻ വർഷം 41 ദിവസം കഴിഞ്ഞപ്പോൾ വരുമാനം ഉണ്ടായത്. അതിൽ നിന്നും 35 കോടി രൂപയുടെ വരുമാന വർധനവ് ഇത്തവണ ഉണ്ടായിരിക്കുന്നു. 332 കോടിയാണ് ഇത്തവണ ആകെ വരുമാനം ഈ 40 ദിവസം ഇന്നലെ വരെ പിന്നിടുമ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടിയുള്ളത് ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ ഭക്തർക്ക് മകരവിളക്ക് തീർത്ഥാടന കാലത്തേക്കുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് നടത്താം. ഇതിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി 11 മുതൽ മകരവിളക്ക് ദിവസമായ ജനുവരി 14 വരെയുള്ള ദിവസങ്ങളിലാണ്. ജനുവരി 11, 12 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 70,000 ആയിട്ടും ജനുവരി 13, 14 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് 30,000-വും 35,000-വുമായിട്ട് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 13-ാം തീയതി 35,000 പേർക്കും ജനുവരി 14-ാം തീയതി മകരവിളക്ക് ദിവസം 30,000 ഭക്തർക്കുമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദർശനം നടത്താനാവുക. ഈ രീതിയിലാണ് ക്രമീകരണം നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തുകൊണ്ട് ദർശനത്തിന് ക്രമീകരണങ്ങൾ ഭക്തർക്ക് ഒരുക്കാവുന്നതാണ്. എന്തായാലും വരുമാന വർധനവ്, ഭക്തജനങ്ങളുടെ വലിയ തിരക്ക്, ഈ രീതിയിലൊക്കെ പ്രത്യേകതകൾ ഉള്ള ഒരു മണ്ഡലകാലത്തിനാണ് ഇന്ന് സമാപനമാകുന്നത്. ഇന്നലെ വരെയുള്ള കണക്ക് പ്രകാരം 30 ലക്ഷം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത് എന്നുള്ളതാണ്. ഈ രീതിയിൽ എല്ലാ തരത്തിലും വരുമാന വർധനവിലടക്കം മുൻ വർഷത്തേക്കാൾ 35 കോടി രൂപയുടെ വർധനവ് ഉണ്ടായ ഒരു തീർത്ഥാടന കാലമാണ് ഇത്തവണത്തേത്. എന്തായാലും ഇനി ഹരിവരാസനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഹരിവരാസനം പാടി രാത്രി 10 മണിക്ക് ഭസ്മാഭിഷേകത്തിനായി യോഗദണ്ഡ് അയ്യപ്പസ്വാമിക്ക് സമർപ്പിച്ച് നടയടയ്ക്കുന്നതോടുകൂടി 41 ദിവസത്തെ വ്രതശുദ്ധിയുടെ ഭക്തരുടെ ആത്മസമർപ്പണത്തിൻ്റെ ഒക്കെ ആ ദിവസങ്ങൾക്ക് സമാപനമാകും. ഇനി മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് സന്നിധാനം. ഇന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് വലിയ തിരക്കില്ല. 30,000 ഭക്തർക്കാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ദർശനം അനുവദിച്ചിരുന്നത്. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിംഗും 2,000 പരിമിതപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ വരെ കണ്ട കാഴ്ചയല്ല സന്നിധാനത്ത് ഇന്നുള്ളത്. ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഇന്നലെ വരത്തെ ഭക്തരാൽ തിങ്ങി നിറഞ്ഞിരുന്ന കാഴ്ചയാണെങ്കിൽ ഇന്ന് ഈ ഫ്ലൈ ഓവറും നടപ്പന്തലുമെല്ലാം ഒഴിഞ്ഞു കിടക്കുകയാണ്. സുഗമമായ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നു. ഈ നിയന്ത്രണം ഉള്ളതുകൊണ്ട് തന്നെ സന്നിധാനവും പരിസരവുമെല്ലാം ഭക്തരാൽ ഒഴിഞ്ഞ് ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ശബരിമല സന്നിധാനം. ഭക്തിസന്ദ്രമായിട്ടുള്ള മണിക്കൂറുകൾക്ക് വേണ്ടിയുള്ള ഭസ്മാഭിഷിക്തനായി അയ്യപ്പസ്വാമിക്ക് യോഗദണ്ഡ് സമർപ്പിച്ച് യോഗനിദ്രയിലേക്ക് അയ്യപ്പസ്വാമി പോകുന്ന ആ മുഹൂർത്തത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലേക്ക് ഭക്തിസാന്ദ്രമായി കിടക്കുകയാണ് ശബരിമല സന്നിധാനം. 41 ദിവസം നീണ്ടുവന്ന മണ്ഡലകാലത്തിന് ഇന്ന് സമാപനമാവുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഡിണ്ടിഗൽ വ്യവസായി ഡീമണി തന്നെയാണ് MS മണിയെന്ന് അന്വേഷണ സംഘം. ഇയാളെ ബാലമുരുകൻ എന്നും അറിയപ്പെടുമെന്നും അന്വേഷണ സംഘം വിശദീകരിച്ചു. മറ്റുള്ളവരുടെ 3 പേരുടെ പേരിൽ 3 സിം കാർഡുകളും ഇയാൾക്കുണ്ട്. ഡിണ്ടിഗലിൽ വൻ ബന്ധമാണ് തനിക്കുള്ളതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. കൂടുതൽ വിവരങ്ങൾക്കായി മണിയെ വിശദമായി ചോദ്യം ചെയ്യും. ശബരിമലയിൽ നിന്നും പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിദേശത്തേക്ക് കടത്തിയെന്ന പ്രവാസി വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മണിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്ന് കോടികൾ വിലമതിക്കുന്ന പഞ്ചലോഹ വിഗ്രഹങ്ങൾ മണി കടത്തിയെന്നായിരുന്നു പ്രവാസി വ്യവസായിയുടെ മൊഴി. ബംഗ്ലാദേശിൽ പ്രശസ്ത സംഗീതജ്ഞൻ ജെയിംസിന്റെ സംഗീത നിശയ്ക്ക് നേരെ മുസ്ലിം മതമൗലികവാദികളുടെ ആക്രമണം. ഫരീദ്പൂരിൽ നടന്ന സംഗീത പരിപാടിക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. സംഗീത പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ബംഗ്ലാദേശിലെ പ്രശസ്ത റോക്ക് സംഗീതജ്ഞൻ ജെയിംസിന്റെ സംഗീത നിശയ്ക്ക് നേരെയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. രാത്രി വൈകി നടന്ന ആക്രമണത്തെ തുടർന്ന് പരിപാടി നിർത്തിവെച്ചു. സംഗീത പരിപാടി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം മുസ്ലിം മതമൗലികവാദികൾ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. ആക്രമണത്തിൽ കുറഞ്ഞത് 25 പേർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ. ഫരീദ്പൂർ ജില്ലയിലെ സ്കൂളിന്റെ 185ാമത് വാർഷികങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക പരിപാടിക്കിടെയാണ് അപ്രതീക്ഷിതമായി ആക്രമണമുണ്ടായത്. നഗർ ബാവുൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ജെയിംസ് ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ റോക്ക് സ്റ്റാറായാണ് പരിഗണിക്കപ്പെടുന്നത്. ബോളിവുഡിലടക്കം പാടിയിട്ടുള്ള പ്രശസ്ത ഗായകനാണ് ജെയിംസ്. ബംഗ്ലാദേശിൽ സാംസ്കാരിക പ്രവർത്തകർക്ക് നേരെ ആക്രമണം തുടർക്കഥയാകുമ്പോഴും സർക്കാർ മൗനം വെടിയുന്നില്ല. ജനം, ഡൽഹി. കംബോഡിയയും തായ്ലൻഡും വെടിനിർത്തൽ ധാരണ ഒപ്പുവെച്ചു. ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത്. 3 ദിവസത്തേക്കാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആസിയാൻ നേതൃത്വത്തിന്റെ നിരീക്ഷണ സമിതിയുടെ ഇടപെടലാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നിൽ.
3 ആഴ്ചയെ തുടരുന്ന സംഘർഷത്തിനൊടുവിലാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കംബോഡിയയും തായ്ലൻഡും സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചു. അതിർത്തി മേഖലയിൽ കഴിയുന്ന സാധാരണക്കാർക്ക് വീടുകളിലേക്ക് തിരിച്ചെത്താൻ വെടിനിർത്തൽ കാലയളവിൽ അവസരം നൽകും. തായ്ലൻഡിന്റെ കസ്റ്റഡിയിൽ കഴിയുന്ന 18ഓളം കംബോഡിയൻ പട്ടാളക്കാരെ വെടിനിർത്തൽ കാലയളവിൽ മോചിപ്പിക്കാനും ധാരണയായി. അമേരിക്ക, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നയതന്ത്ര ഇടപെടലും ആസിയാൻ നേതൃത്വത്തിന്റെ പ്രത്യേക നിരീക്ഷണ സമിതിയും ചേർന്നാണ് പുതിയ വെടിനിർത്തൽ ധാരണയിലേക്ക് നയിച്ചത്. ജൂലൈയിൽ സംഘർഷം ആരംഭിച്ച് ഒരു ഇടവേളയിൽ വെടിനിർത്തൽ നടപ്പിൽ വന്നിരുന്നു. എന്നാൽ ഡിസംബർ ആദ്യവാരം ശക്തമായ ആക്രമണം ഇരു രാജ്യങ്ങളും പുനരാരംഭിക്കുകയായിരുന്നു. കംബോഡിയൻ പട്ടാളക്കാർ തായ്ലൻഡ് അതിർത്തി കടന്നതിനെ തുടർന്ന് ശക്തമായ സംഘർഷത്തിന് തുടക്കമാവുകയായിരുന്നു. അബദ്ധത്തിൽ അതിർത്തി കടന്നുവെന്നാണ് കംബോഡിയ നൽകിയ വിശദീകരണം. തുടർന്ന് ജൂലൈ മാസത്തിൽ വൻതോതിൽ ആക്രമണം നടക്കുകയായിരുന്നു. നവംബർ മാസത്തിൽ നടപ്പിൽ വന്ന വെടിനിർത്തൽ തായ്ലൻഡ് പിൻവലിച്ചിരുന്നു. മൈനുകൾ പൊട്ടി തായ് സൈനികർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് വെടിനിർത്തലിൽ നിന്നും പിന്മാറുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. സൈക്കിളിൽ ലോകം ചുറ്റുന്ന നെതർലാൻഡ് കുടുംബം തട്ടേക്കാട് കാണാനെത്തി. നെതർലാൻഡ് സ്വദേശികളായ മാക്സ്, ഭാര്യ സൂസൻ, മകൻ സാം എന്നിവരാണ് സൈക്കിളിൽ കേരളം ചുറ്റി സഞ്ചരിക്കുന്നത്. എയർപോർട്ടുകളിൽ ഇറങ്ങിയാൽ സൈക്കിളിലാണ് ഇവർ അവിടുത്തെ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര നടത്തുന്നത്. പ്രകൃതിയോട് ചേർന്നുള്ള യാത്രകളാണ് നെതർലൻഡ് സ്വദേശികളായ മാക്സിനും ഭാര്യ സൂസനും ഏറെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ലോകസഞ്ചാരം സൈക്കിളിലാക്കി. എവിടെ പോയാലും ഒപ്പം സൈക്കിളും കരുതും. എയർപോർട്ടുകളിൽ ഇറങ്ങിയാൽ അവിടുത്തെ പ്രധാന സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഈ സൈക്കിളുകളിലാണ്. നെതർലൻഡിൽ IT രംഗത്താണ് മാക്സിന് ജോലി. ഭാര്യ സൂസൻ ടീച്ചറാണ്. 40ഓളം രാജ്യങ്ങൾ ഇവർ ഇതിനകം സൈക്കിളിൽ സന്ദർശിച്ചു കഴിഞ്ഞു. ഒരാഴ്ച മുമ്പ് കൊച്ചിയിലെത്തിയ കുടുംബം ചെറായി, തൃശൂർ, അതിരപ്പള്ളി എന്നിവിടങ്ങളിൽ യാത്ര ചെയ്ത ശേഷമാണ് കഴിഞ്ഞ ദിവസം തട്ടേക്കാടെത്തിയത്. ഇവിടെ പക്ഷി നിരീക്ഷണമെല്ലാം കഴിഞ്ഞ് വൈകിട്ടോടെ മൂന്നാറിലേക്ക് യാത്ര തുടങ്ങി. യാത്ര ചെയ്ത സ്ഥലങ്ങളിൽ കേരളം അതിസുന്ദരമാണെന്ന് മാക്സ് പറയുന്നു. And I came to India for cycling and my experience so far is amazing. The people in Kerala are beautiful people and they are so kind, helpful. They greet along the way. They tell me 1,000 times Happy Christmas and cycling here makes us really happy. So we're happy to be here. ഏതാനും ദിവസങ്ങൾ കൂടി കേരളത്തിൽ തങ്ങിയ ശേഷം കുടുംബം നെതർലാൻഡിലേക്ക് തിരിച്ചുപോകും. ജനം, കൊച്ചി. ഇടുക്കി കട്ടപ്പനയിൽ ക്രിസ്മസ് ആഘോഷവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ. പവർ ആൻഡ് ജീസസ് ഹിന്ദി ചർച്ചയുടെ നേതൃത്വത്തിലാണ് ആഘോഷം സംഘടിപ്പിച്ചത്. തുടർച്ചയായ 8ാം തവണയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ കട്ടപ്പനയിൽ ക്രിസ്മസ് ആഘോഷിച്ചത്. ബംഗാൾ, ആസാം, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഒഡീഷ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് അതിഥി തൊഴിലാളികളാണ് കട്ടപ്പനയിലെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ഹിന്ദി, ബംഗാളി, ആസാമീസ്, നേപ്പാളി, ശാന്താളി, ശാന്ത്രി, ഒഡിയ എന്നീ ഭാഷകളിൽ കരോൾ ഗാനങ്ങൾ ആലപിച്ച് അവർ ക്രിസ്മസ് ആഘോഷം വ്യത്യസ്തമാക്കി. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവർ തങ്ങളുടെ പാരമ്പര്യം വിളിച്ചോതുന്ന നൃത്ത കലാപരിപാടികളും അവതരിപ്പിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികൾ സംഘടിപ്പിച്ച വ്യത്യസ്തമായ ക്രിസ്മസ് ആഘോഷം കാണാൻ നിരവധി ആളുകളും എത്തിയിരുന്നു. ജനം, ഇടുക്കി. ടോപ്പ് 7 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ജനം ഡിബേറ്റിൽ നീലിമ ചേരും. നമസ്തേ.